ഹലോ ലോയിജെ, ഗുഡൻ ജാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേറ്റീവ് സാറ്റ്സെ എന്താണെന്നാണ്. റിലേറ്റീവ് സാറ്റ്സെ എന്ന് പറയുന്നത് ഹൗപ്സാറ്റ്സിൽ പറയുന്ന ഒരു തിങ്ങിനെ അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കോട്ടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സെ യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ് സാറ്റ്സെ യൂസ് ചെയ്യുമ്പോൾ ആ ഹൗപ്സാറ്റ്സിൽ പറയുന്ന മെയിൻ തിങ്, അതൊരു സബ്ജക്റ്റ് ആവാം, അതുപോലെ തന്നെ എന്ത് പേഴ്സൺ ആവാം, അതുപോലെ തന്നെ തിങ്സ് ആവാം, പ്ലേസ് ആവാം, എന്തോ ആയിക്കോട്ടെ അതിനെ റിപ്പീറ്റ് ചെയ്ത് നേബൻ സാറ്റ്സിൽ പറയാതെ അതിനൊരു റിലേറ്റീവ് പ്രൊണോമൺ വെച്ച് പറയുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സെ എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് സാറ്റ്സെ ചെയ്താൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് റിലേറ്റീവ് പ്രൊണോമൻസ്. നമ്മൾ ഓൾറെഡി ആർട്ടിക്കിൾസ് പഠിച്ചുകൊണ്ട് നമുക്ക് റിലേറ്റീവ് പ്രൊണോമൻസ് വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഏതൊക്കെയാ റിലേറ്റീവ് പ്രൊണോമൻസ് എന്ന് നോക്കാം. റിലേറ്റീവ് പ്രൊണോമൻ ഇൻ നോമിനാറ്റീവ്: മസ്കുലിൻ ദർ, ഫെമിനിൻ ദി, നോയിട്രം ദാസ്, പ്ലൂറൽ ദി. ഇനി അക്യൂസാറ്റീവിലേക്ക് വരുമ്പോൾ മസ്കുലിൻ ദെൻ, ഫെമിനിൻ ദി, നോയിട്രം ദാസ്, പ്ലൂറൽ ദി. ഇനി ഡാറ്റീവ് കേസ് എങ്ങനെയാണെന്ന് നോക്കാം. മസ്കുലിൻ ദം, ഫെമിനിൻ ദർ, നോയിട്രം ദം, പ്ലൂറൽ ദർ. ഇനി ഗനറ്റീവിലേക്ക് വരുമ്പോൾ മസ്കുലിൻ ദേസൺ, ഫെമിനിൻ ദേരൻ, നോയിട്രം ദേസൺ, പ്ലൂറൽ ദേരൻ. നമ്മൾ ആർട്ടിക്കിൾസ് പഠിച്ചില്ലേ, സെയിം തന്നെയാണ് നമുക്ക് റിലേറ്റീവ് പ്രൊണോമൻസ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റിലേറ്റീവ് സാറ്റ്സെ? ഹൗപ്സാറ്റ്സിൽ പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് റിലേറ്റീവ് സാറ്റ്സെ ഉപയോഗിക്കുന്നത്. എന്ത് വെച്ച്? ഈ ഒരു റിലേറ്റീവ് പ്രൊണോമൺ വെച്ച് ഹൗപ്സാറ്റ്സിൽ പറയുന്ന മെയിൻ കണ്ടന്റിന്റെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ റിലേറ്റീവ് പ്രൊണോമൺ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് രണ്ട് സെന്റൻസ് ഇവിടെ കൊടുത്തേക്കുന്നു. ദാസ് ഈസ് മൈൻ ബ്രൂദർ എർ ആർബൈറ്റഡ് ഇൻ ബെർലിൻ. ഇതൊരു നോമിനാറ്റീവ് സെന്റൻസ് ആണ്. അതെന്റെ ബ്രൂദർ ആണ്, ബ്രദർ ആണ്, അവൻ എവിടെ? ബെർലിനിൽ വർക്ക് ചെയ്യുന്നു. ഇതിന് നമുക്ക് എങ്ങനെ റിലേറ്റീവ് സാറ്റ്സിൽ എഴുതാൻ പറ്റും? ദാസ് ഈസ് മൈൻ ബ്രൂദർ. ഹൗപ്സാറ്റ്സ് നമ്മൾ അതുപോലെ എഴുതി വെച്ചു. കാരണം ഇതിൻ്റെ അകത്ത് ഏതാണ് മെയിൻ ആയിട്ട് പറയുന്നത്? ബ്രൂദർ. ബ്രൂദറിനെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് നേബൻ സാറ്റ്സിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ നേബൻ സാറ്റ്സിൽ ബ്രൂദർ എന്ന് പറയുന്ന ഏത് വേർഡാണ്? എറാണ്. എറിനെ നമ്മൾ കോമ ഇട്ട ശേഷം റിലേറ്റീവ് പ്രൊണോമൻ വെച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ ദാസ് ഈസ് മൈൻ ബ്രൂദർ കോമ, ദെൻ നമ്മൾ എറിന് പകരം എന്ത് എഴുതുന്നു? അതിന്റെ റിലേറ്റീവ് പ്രൊണോമൺ എഴുതുന്നു. നോമിനാറ്റീവിൽ എർ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്, സോ അവിടെ ദർ എന്ന് വന്നു. ദാസ് ഈസ് മൈൻ ബ്രൂദർ ദർ, ശേഷം ആർബൈറ്റൻ എന്നൊരു വെർബ് ലാസ്റ്റ് ആ മെൻജയിലേക്ക് നമ്മൾ എഴുതണം. അപ്പൊ ഇൻ ബെർലിൻ ആണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ ദർ റിലേറ്റീവ് പ്രൊണോമൺ കഴിഞ്ഞ് ഇൻ ബെർലിൻ നമ്മൾ എഴുതണം. ശേഷം ഏറ്റവും അവസാനം ആ മെൻജയിൽ നമ്മൾ വെർബ് എഴുതണം. ഓക്കെ, അപ്പൊ ദാസ് ഈസ് മൈൻ ബ്രൂദർ കോമ ദർ ഇൻ ബെർലിൻ ആർബൈറ്റഡ്. അപ്പൊ നമ്മൾ റിലേറ്റീവ് പ്രൊണോമൺ ദർ ഇവിടെ എഴുതി, എറിന് പകരം അത് റിപ്പീറ്റ് ചെയ്യാതെ റിലേറ്റീവ് പ്രൊണോമൺ വെച്ച് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. മറിയ ഹാഡ് ഐൻ എ ടാഷെ, ദി ടാഷെ ഈസ് ടോയർ. മറിയയ്ക്ക് ഒരു ബാഗ് ഉണ്ട്, ആ ബാഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഒരു റിലേറ്റീവ് സാറ്റ്സെ ആക്കി മാറ്റാൻ പറ്റും? നമ്മളിവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടാഷനെ കുറിച്ചാണ് പറയുന്നത്. അവർക്കൊരു ടാഷയുണ്ട്, ടാഷ എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മളെ ഹൗപ്സാറ്റ്സിലുള്ള കാര്യം നമ്മൾ അതുപോലെ തന്നെ എഴുതണം. മരിയ ഹാഡ് ഐൻ എ ടാഷെ, ശേഷം നമ്മൾ എന്ത് എഴുതണം? റിലേറ്റീവ് പ്രൊണോമൺ എഴുതണം. റിലേറ്റീവ് പ്രൊണോമൺ ഏതാണ്? ടാഷയുടെ റിലേറ്റീവ് പ്രൊണോമൺ. ടാഷയുടെ ആർട്ടിക്കിൾ എന്താണ്? ദി ആണ്. അപ്പൊ റിലേറ്റീവ് പ്രൊണോമൺ വരുമ്പോഴും ദി ആയിട്ട് തന്നെ പറയും. അപ്പൊ മരിയ ഹാഡ് ഐൻ എ ടാഷെ ദി, പിന്നെന്തുണ്ട്? അപ്പൊ ടാഷെ നമുക്കിവിടെ റിലേറ്റീവ് പ്രൊണോമൺ ആയിട്ട് പോയി. ബാക്കി എന്തുണ്ട്? ടോയർ ഈസ്റ്റ് എന്ന് വരും. വെർബ് നമ്മൾ എപ്പോഴും ആമെൻഡയിൽ എഴുതും. ടോയർ ഈസ്റ്റ്. ഇങ്ങനെയാണ് റിലേറ്റീവ് സാറ്റ്സ് എഴുതുന്നത്. ഒന്നുകൂടെ വായിക്കാം. മരിയ ഹാഡ് ഐൻ എ ടാഷെ ദി ടോയർ ഈസ്റ്റ്. മരിയയ്ക്ക് ഒരു ബാഗ് ഉണ്ട്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇനി നമുക്ക്
വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് നോമിനാറ്റീവ് അല്ലെങ്കിൽ അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ദാസ് ഈസ് മൈൻ ബ്രൂദർ. ഹൗപ്സ്റ്റാച്ചിൽ പറയുന്ന കാര്യം ബ്രൂദറിനെ കുറിച്ചാണ്. നേബൻസാറ്റ്സിൽ അത് എവിടെയാ വരുന്നേന്ന് നോക്കാം. നേബൻസാറ്റ്സിൽ അത് എവിടെയാ വരുന്നേ? സബ്ജക്റ്റ് ആയിട്ടാണ്. സബ്ജക്റ്റ് എപ്പോഴും എന്ത് കേസായിരിക്കും? നോമിനാറ്റീവ് കേസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അത് ഏത് കേസാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗപ്സ്റ്റാച്ചിൽ പറയുന്ന ആ മെയിൻ തിങ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ നേബൻസാറ്റ്സിൽ എവിടെയാ വരുന്നേന്ന് നോക്കുക. ഒന്നല്ലെങ്കിൽ സബ്ജക്റ്റ് ആണോ, ഒബ്ജക്റ്റ് ആണോ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഇത് ഏത് കേസാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സെ നോമിനാറ്റീവിലെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അക്യൂസാറ്റീവിൽ എങ്ങനെയാണ് റിലേറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയേ, മൈനെ ഫ്രൗ ഈസ്റ്റ് ഷോൺ ഇഷ് ലീബെ സി. എൻ്റെ ഭാര്യ സുന്ദരിയാണ്, ഞാൻ അവളെ സ്നേഹിക്കുന്നു. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ഫ്രൗവിനെ കുറിച്ചാണ് പറയുന്നത്. നേബൻസാറ്റ്സില് ഫ്രൗ എന്ന് പറയുന്ന വേർഡ് ഏതാണ്? സി എന്നാണ്. ഓക്കെ, സി എന്നാണ്. അപ്പൊ സീന്റെ ആർട്ടിക്കിൾ അല്ല, ഫ്രൗവിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദി ഫ്രൗ എന്നാണല്ലേ. അത് റിലേറ്റീവ് പ്രൊണോമിനിലായിട്ട് വരുമ്പോ ഫെമിനിൻ, അക്യൂസാറ്റീവില് ദി തന്നെയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? മൈനെ ഫ്രൗ ദി കോമ ദി ഇഷ് ലീബെ കോമ ബാക്കി എന്തുണ്ട്? ഈസ്റ്റ് ഷോൺ. ഈസ്റ്റ് ഷോൺ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മള് ഇത്രയും മാത്രം എഴുതിട്ട് ബാക്കി പറഞ്ഞേ? കാരണം ഹൗപ്സ്റ്റാറ്റ്സില് നമ്മൾ ഓൾറെഡി അവളെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. മൈനെ ഫ്രൗ ഈസ്റ്റ് ഷോൺ. എൻ്റെ വൈഫ് ബ്യൂട്ടിഫുൾ ആണ്, അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ ആ സബ്ജക്റ്റിന് അതുപോലെ തന്നെ എടുത്ത് എഴുതി, ശേഷം നമ്മൾ നേബൻസാറ്റ്സിലേക്ക് പോയിട്ട് സി എന്ന ഫോമിനെ മാറ്റി ദി എന്നാക്കി, ശേഷം ബാക്കിയുള്ളത് എന്താണോ അതുപോലെ തന്നെ എഴുതി ഇഷ് ലീബെ എന്നാക്കി, പിന്നെ ബാക്കിയുള്ളത് ഈസ്റ്റ് ഷോൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദാസ് ബ്രോട്ട് ഷ്മെക്സ്റ്റ് ഗുഡ് ദു ഹാസ് എസ് ഗസ്റ്റ് ആൻഡ് ഗക്കൗഫ്റ്റ്. ആ ബ്രെഡ് വളരെ ടേസ്റ്റിയാണ്, സോ ഞാൻ അത് ഇന്നലെ മേടിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? ദാസ് ബ്രോട്ട്. ബ്രോട്ടിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമ്മൾ ആദ്യം ബ്രോട്ട് എഴുതി. ഹൗപ്സ്റ്റാറ്റ്സിലെ ബ്രോട്ട് എഴുതി കഴിഞ്ഞ്, ബ്രെഡ് എഴുതി കഴിഞ്ഞ്, നേബൻസാറ്റ്സിലെ അതിനെ വിശേഷിപ്പിക്കുന്ന വേർഡ് ഏതാ? യെസ്. ബ്രോട്ടിന്റെ ആർട്ടിക്കിൾ എന്താണ്? നമ്മള് ദാസ് ആണ്. അപ്പൊ ദാസില് അക്യൂസാറ്റ് റിലേറ്റീവ് പ്രൊനോമൻ, അക്യൂസാറ്റീവില് നോയിട്ര എടുക്കണം. അതും ദാസ് തന്നെയാണ്. ദാസ്, നമ്മൾ ദാസ് എഴുതി. ബാക്കി ഇവിടെ ഉണ്ട് ദു, ഗെസ്റ്റ് ആൻഡ് ഗെറ്റ് ഔട്ട് ഹാർട്ട്. ദു ഗെസ്റ്റ് ആൻഡ് ഗെറ്റ് ഔട്ട് ഹാർട്ട്. ബാക്കി ഇവിടെ എന്ത്? ഷ്മെക്സ്റ്റ് ഗുഡ്. കോമ ഇടുക, ശേഷം നമ്മൾ മാത്രം അടുത്തത് എഴുതുക. ഷ്മെക്സ്റ്റ് ഗുഡ്. അപ്പൊ എന്താ പറയാ? ദാഷ് ബ്രോഡ്, ദാഷ് ദു ഗെസ്റ്റൻ ഗെക്കൗഫ്റ്റ് ഹാസ് ഷ്മെക്സ്റ്റ് ഗുഡ്. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനോമൻസ് റിലേറ്റീവ് സാറ്റ്സ് എന്ത് വെച്ച്? റിലേറ്റീവ് പ്രൊനോമൻസ് വെച്ച് എഴുതുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഹൗപ്സ്റ്റാറ്റ്സിൽ പറയുന്ന ആ മെയിൻ ക്യാരക്ടറിനെ എഴുതുക. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിലേറ്റീവ് പ്രൊനോമൻ യൂസ് ചെയ്ത് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുക. അതിനെയാണ് റിലേറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമുക്ക് അക്യൂസാറ്റീവിൽ വരുന്നത്. ഇനി അക്യൂസാറ്റീവ് വിത്ത് പ്രപ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സെന്റൻസിൽ നമുക്ക് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് റിലേറ്റീവ് സാറ്റ്സിൽ എന്ന് നമുക്ക് നോക്കാം. ദാസ് ഈസ് മൈൻ നെഫെ. നെഫെ മീൻസ് നെഫ്യൂ. ഇഷ് ഹാബ് എ ഫ്യൂ ഇൻ ഐസ് ഗെക്കോഫ്. ഞാൻ അവന് ഐസ് മേടിച്ചു കൊടുത്തു. അപ്പൊ അതെങ്ങനെ റിലേറ്റീവ് സാറ്റ്സിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും? ആരെ കുറിച്ചാ പറയുന്നത്? നെഫേനെ കുറിച്ച്. അപ്പൊ നേബൻസാറ്റ്സിൽ നെഫെ എന്ന് പറയുന്നത് ഈനാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഈൻ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്. അക്യൂസാറ്റീവ് കേസിൽ മസ്കുലിൻ എന്ന് പറയുന്നത് എന്താണ്? ദെൻ ആണ്. ദർ എന്ന ആർട്ടിക്കിള് അക്യൂസാറ്റീവിലേക്ക് വരുമ്പോൾ ദർ എന്നാകും.
അപ്പോൾ ദാസ് ഈസ് മൈ നെഫേ കോമ ശേഷം നമ്മൾ പ്രപ്പോസിഷൻ എഴുതണം. ഇവിടുത്തെ പ്രപ്പോസിഷൻ ഏതാണ്? ഫ്യുർ ആണ്. ഫ്യുർ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റീവ് പ്രൊണോമൻ എഴുതുക. ദെൻ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എഴുതാം. ഈസ് ഐസ് ഗെക്കൗഫ്റ്റ് ഹാബേ. ഓക്കെ, ആദ്യം ഒരു പ്രപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് സാൽസയിൽ കോമ ഇട്ട ശേഷം, അതായത് മെയിൻ പോയിന്റ് പറഞ്ഞ ശേഷം നമ്മൾ പ്രപ്പോസിഷൻ എഴുതുക. ദെൻ ശേഷം റിലേറ്റീവ് പ്രൊണോമൻ എഴുതുക, ബാക്കിയുള്ള ഇത് എഴുതുക. ഇത്രയേ ഉള്ളൂ ഒരു പ്രപ്പോസിഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റീവ് കേസിൽ എങ്ങനെ റിലേറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റീവ് കേസിന്റെ എക്സാമ്പിൾ നോക്കാം. മിറ്റ് പ്രപ്പോസിഷൻ ഉണ്ട്, അതുപോലെ നോർമൽ സെന്റൻസ് ഉണ്ട്. നമുക്ക് ആദ്യം നോർമൽ സെന്റൻസിൽ എങ്ങനെയാന്ന് നോക്കാം. Der Mann ist mein Nachbar. Ich schenke ihm ein Buch. അതെൻ്റെ നെയ്ബർ ആണ്, ആ പുള്ളി എൻ്റെ നെയ്ബർ ആണ്, ഞാൻ പുള്ളിക്ക് ഒരു ബുക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ ആരെക്കുറിച്ചാ പറയുന്നത്? ദർ മാനിനെ പറ്റി. പുള്ളി എൻ്റെ നാഹ്ബാനാണ്. ഷെങ്കെ ഈം ഐൻ ബുഹ്. അപ്പൊ നേബൻസാച്ചിൽ പുള്ളീനെ കുറിച്ച് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഈമാണ്, ഡാറ്റീവ് കേസ്. അപ്പോൾ നമ്മൾ എങ്ങനെ റിലേറ്റീവ് സാറ്റ്സ് എഴുതും? ദർ മാൻ ഇവിടെ ഈമാണ്. അപ്പോൾ റിലേറ്റീവ് പ്രൊണോമൻ ഡാറ്റീവ് മസ്കുലിൻ. അപ്പൊ ദർ എന്നുള്ളത് എന്താവും? ദെയിം ആവും. അപ്പൊ ദെയിം നമ്മൾ ഇവിടെ എഴുതി ശേഷം ബാക്കി നേബൻ സാറ്റ്സിൽ വരുന്നത് എന്തോ അത് നമ്മൾ നോർമൽ ആയിട്ട് എഴുതുന്ന പോലെ. ഈഷ് ഐൻ ബുഹ് ഷെങ്കെ. ഷെങ്കെ ഒരു വെർബ് ആയതുകൊണ്ട് ആ മെൻജയിലേക്ക് പോയി. അതിന് ശേഷം എന്തുകൊണ്ട്? ഈസ് മൈ നാഹ്ബാർ. ആ പുള്ളി എൻ്റെ അയൽവക്കക്കാരൻ ആണ്. ഓക്കെ, ദർ മാൻ ദെം ഈസ് ഐൻ ബുഹ് ഷെങ്കെ ഈസ് മൈ നാഹ്ബാൻ. ആദ്യം പുള്ളീനെ കുറിച്ചാണ് നമ്മൾ ഹൗപ്സാച്ചിൽ പറയുന്നത്. പുള്ളീനെ കുറിച്ച് ഹൗപ്സാച്ചിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്, നെബൻ സാച്ചിലും നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ അയാളെ ഇങ്ങോട്ട് എടുത്തെഴുതിയ ശേഷം കോമയിട്ടു, റിലേറ്റീവ് പ്രൊണോമൻ വെച്ച് നമ്മൾ സൂചിപ്പിച്ചു, ബാക്കിയുള്ളത് നമ്മൾ എടുത്തെഴുതി. അതാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡാറ്റീവ് കേസിന്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ഡാറ്റീവ് പ്രപ്പോസിഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. Das is the familiar Müller who was by ear. ഓക്കെ, അപ്പൊ ഇവിടെ ആരെക്കുറിച്ചാ പറയുന്നത്? മ്യൂള്ളറിനെ കുറിച്ച്. Das is the familiar Müller ബൈ. അപ്പൊ ഡി എന്നുള്ളത് എന്താവും? ഡാറ്റീവിലേക്ക് വരുമ്പോൾ ഇവിടെ ഈറാണ് ഫാമിലി മ്യൂള്ളറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡാറ്റീവിലേക്ക് വരുമ്പോൾ അത് ദർ ആവും. ഡി എന്നുള്ളത് അത് ദർ ആയിട്ട് മാറും. പ്രപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രപ്പോസിഷൻ എഴുതി, ബൈ എഴുതി, ദെൻ റിലേറ്റീവ് പ്രൊണോമൻ എഴുതി, ബാക്കി വരുന്നതെല്ലാം എഴുതി. വെർബ് ആമൻജയിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ എങ്ങനെ വരും? ദാസ് ഈസ് ദി ഫാമിലി മ്യൂള്ളർ ബൈ ദർ ഡു വോൺസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രപ്പോസിഷനും വന്നു, അതുപോലെ തന്നെ റിലേറ്റീവ് പ്രൊണോമനും വന്നു. ഇതാണ് ഡാറ്റീവ് കേസിലെ നോർമൽ സെന്റൻസിൽ വരുന്നതും ഈ ഡാറ്റീവ് പ്രപ്പോസിഷൻ വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രപ്പോസിഷൻ ഏതും ആയിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രപ്പോസിഷൻ എഴുതും റിലേറ്റീവ് സാറ്റ്സിൽ. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? റിലേറ്റീവ് പ്രൊണോമൻ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഗെനറ്റീവ് കേസിൽ എക്സാമ്പിൾസ് നോക്കാം. Das ist mein Bruder. Seine Frau ist Lehrerin. ആരെക്കുറിച്ചാണ് നമ്മൾ ഹൗപ്സാച്ചിൽ പറയുന്നത്? ബ്രൂദറിനെ കുറിച്ച്. അതെന്റെ ബ്രൂദർ, ദാറ്റ് ഈസ് മൈ ബ്രദർ. സൈനെ ഫ്രൗ ഈസ് ലെയറിൻ. അവന്റെ ഭാര്യ എന്താണ്? ഒരു ടീച്ചറാണ്. സോ നേബൻ സാറ്റ്സിൽ നമ്മൾ സൈനെ എന്നാണ് ബ്രൂദറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് മൈൻ ബ്രൂദർ കോമ. ബ്രൂദറിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദർ ബ്രൂദർ ആണല്ലേ. അത് ഗെനറ്റീവിലേക്ക് വരുമ്പോൾ മസ്കുലിൻ കേസിൽ എന്ത് വരും? ദെയ്സൻ ആവും. ദെയ്സൻ ഫ്രൗ ലെയറിൻ ഈസ്. വെർബ് ആമൻജയിലേക്ക് നമ്മൾ മാറ്റി. അപ്പൊ ദാറ്റ് ഈസ് മൈൻ ബ്രൂദർ ദെയ്സൻ ഫ്രൗ ലെയറിൻ ഈസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ദി കൊളീഗൻ ഹൈസ്റ്റ് പൗള. കൊളീഗിന്റെ പേര് പൗള എന്നാണ്. ഈർ സോൺ ഈസ് ആർട്സ്. അവന്റെ മകൻ ഒരു ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ ആരെക്കുറിച്ചാ പറയുന്നേ? കൊളീഗനെ കുറിച്ച്. കൊളീഗൻ എന്താ? നേബൻ സാറ്റ്സിൽ അവനെ പറ്റി പറയുന്ന വെർബ് ഏതാണ്? ഈർ. അത് ഡാറ്റീവില് ഗെനറ്റീവില് റിലേറ്റീവ് പ്രൊണോമൻ വരുമ്പോൾ എന്ത് വരും?
ദി കൊളീഗൻ ഹൈസ്റ്റ് പൗള, റിലേറ്റീവ് പ്രൊണോമൺ ധേരൻ. എന്തുകൊണ്ട്? ദി കൊളീഗൻ ആണ്. ഓക്കെ, അപ്പൊ ദി എന്നുള്ളത് നമ്മൾ ഗനറ്റീവില് റിലേറ്റീവ് പ്രൊണോമൺ ഫെമിനിൻ വരുമ്പോൾ ധേരൻ എന്നാവും. ധേരൻ സോൺ ആർട്സ് ഈസ്. അവന്റെ മകനൊരു ഡോക്ടറാണ്. വെർബ് എവിടെ പോയി? ഏറ്റവും അവസാനത്തിലേക്ക് പോയി. ദി കൊളീഗൻ ഹൈസ്റ്റ് പൗള ധേരൻ സോൺ ആർട്സ് ഈസ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗനറ്റീവ് കേസിലെ കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾസും. സിമ്പിളാണ് റിലേറ്റീവ് സാച്ചെ എന്ന് പറയുന്നത്. കാരണം ഹൗപ്സാച്ചിൽ പറയുന്ന ഒരു തിങ്ങിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ, ഒബ്ജക്റ്റിനെ, എന്ത് വേണേലും ആയിക്കോട്ടെ, ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് നമ്മൾ റിലേറ്റീവ് സാച്ചെ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ മെയിൻ തിങ്ങിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ അതിൻ്റെ റിലേറ്റീവ് പ്രൊണോമൺ വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും നേരം എടുത്ത ക്ലാസ് റിലേറ്റീവ് സാച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഫിൽ ആൻഡ് ടാങ്ക്.